ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ കീം എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ 2 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ്? സം ബേസിക് കൺസെപ്റ്റും അതുപോലെ തന്നെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കീം എക്സാം നമ്മൾ നോക്കുമ്പം അതിൻ്റെ അകത്ത് മെയിനായിട്ട് അതിൻ്റെ ആ ഒരു വെയിറ്റേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 5, 6 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 6, 6 3 ക്വസ്റ്റ്യൻ, പിന്നെ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 9 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ കേസിലാണെങ്കിലും 1 തൊട്ട് 2 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 ചാപ്റ്ററിലെ മാർക്ക് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. എളുപ്പമുള്ള 2 ചാപ്റ്റേഴ്സാണ്. സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ 2 ചാപ്റ്റേഴ്സിലെ മാർക്കും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്റർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, അപ്പം സം ബേസിക് കൺസെപ്റ്റിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പറയേണ്ടത് അറ്റോമിക് മാസും അതുപോലെ തന്നെ മോളിക്കുലാർ മാസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ആ 2 കാര്യത്തെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് മോളിനെ പറ്റിയ ഒരു കോൺസെപ്റ്റ് വേണ്ടേ? ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ NA പാർട്ടിക്കിൾസ് ഉണ്ട്, അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ് അവഗാഡ്രോ നമ്പർ? എന്താണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പം ഒരു മോളിൻ്റെ അകത്ത് 1 മോളിൻ്റെ അകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? NAയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ് ഉള്ളതെന്ന് പറയാനായിട്ട് പറ്റും. അപ്പം ഒരു മോൾ എന്ന് പറയുമ്പോൾ ഓർത്തോണം, അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അങ്ങനെ നമ്മുടെ അറ്റോമിക് മാസിനെ പറ്റി നമുക്ക് പറഞ്ഞു നോക്കാം. എന്താണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയും. അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തേക്കുന്നുണ്ടോ GAM അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നു അല്ലേ. അപ്പം ഒരു മോൾ ആറ്റത്തിൻ്റെ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അതെന്തായിട്ട് മാറും? ഗ്രാം അറ്റോമിക് മാസ് ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. എനിക്ക് കിട്ടിയേക്കുന്ന ആ ഒരു മോൾ ആറ്റത്തെ അതിൻ്റെ ആ ഒരു മാസിനെ ഞാൻ എന്തായിട്ടായിരിക്കും എപ്പോഴും പറയുന്നത്? ഗ്രാമിലായിരിക്കും പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കുറച്ച് എലമെൻസും അതിൻ്റെ അറ്റോമിക് മാസസും കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് മാസ് കുറച്ചെങ്കിലും എലമെൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസിൻ്റെ എങ്കിലും അറ്റോമിക് മാസസ് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം നിങ്ങൾ മറന്നു പോവരുത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജൻ്റെ, ഹീലിയത്തിൻ്റെ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ്റെ ഒക്കെ നമ്മുടെ അറ്റോമിക് മാസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്തതാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ആറ്റത്തിന്റെ മാസിനെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ, മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മോളിക്യൂളിന്റെ മാസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് പറഞ്ഞു നോക്കിയാലോ. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോൾ മോളിക്യൂളിൻ്റെ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ഗ്രാം മോളിക്കുലാർ മാസ് ആയിട്ട് മാറി. അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു മോൾ മോളിക്യൂളിൻ്റെ മാസിനെ ഞാൻ എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മോളിക്കുലാർ മാസ്, കുറച്ച് എലമെൻസിൻ്റെ ഒരു മോളിക്കുലാർ മാസ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നോക്കിക്കേ, ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യുന്നത് H2 മോളിക്യൂളിനെയാണ്. H2 കൺസിഡർ ചെയ്ത് കഴിയുമ്പം ഇവിടെ 2 H2 മോളിക്യൂളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? 2 × 1 അല്ലേ. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1, സോ 2 ഗ്രാം എന്ന് കിട്ടും. ശരിയല്ലേ. അടുത്തത് O3 ആണെങ്കിലോ 3 × ഓക്സിജൻ്റെ എത്ര വരും? 16 അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 48 ഗ്രാം എന്ന് കിട്ടും. ഇനി അടുത്തത് H2O കേസിൽ എങ്ങനെയായിരിക്കും? 2 × 1 പ്ലസ് എന്ത് വരും? 1 × 16 ശരിയല്ലേ. അപ്പോൾ എത്ര വരും? 18 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ആറ്റം? ഏറ്റവും കൂടുതൽ ആറ്റത്തിൻ്റെ നമ്പർ ഉള്ളത് ഈ പറയുന്ന കോമ്പൗണ്ട്സിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നും എഴുതി നോക്കാം. ഏറ്റവും ആദ്യം ഞാൻ 16 ഗ്രാം
O2 കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഗിവൺ മാസ് എന്ന് പറയുന്നത് 16 ആണ്, ശരിയല്ലേ? ഇനി അടുത്തത് O2ൻ്റെ കേസിൽ എത്ര വരും? O2 എന്ന് പറയുമ്പം 32 വരും, ഇൻറ്റു എന്ത് വരണം? Na പാർട്ടിക്കിൾസ് എഴുതി ആൻഡ് ഇൻറ്റു 2 കൂടി ചെയ്തു. എത്ര വരും? 1 ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? അടുത്തത് നോക്കിക്കേ, 8 ഗ്രാം H2. 8 ഗ്രാം H2 എന്ന് പറയുമ്പം ഗിവൺ മാസ് എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ തന്നെ H2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ബൈ 2 വരും, ഇൻറ്റു Na ഇൻറ്റു 2. അപ്പം എത്ര വരും? 8 Na എന്ന് തന്നെ വരും, ശരിയല്ലേ? നെക്സ്റ്റ് അടുത്തത് നോക്കിക്കേ, 4 ഗ്രാം ഹീലിയം. 4 ഗ്രാം ഹീലിയത്തിൻ്റെ കേസിൽ 4/2 Na എന്ന് വരും, അല്ലേ? അപ്പോൾ എത്ര വരും? 2 Na. അടുത്ത കേസ് നോക്കിയാലോ? അടുത്ത കേസിൽ 20 ഗ്രാം Ca, അല്ലേ? ഗിവൺ മാസ് 20 ആണ്. കാൽഷ്യത്തിൻ്റെ കേസിൽ 40 വരും, ഇൻറ്റു Na വിച്ച് ഈസ് ഈക്വൽ ടു 0.5. അടുത്തത് നോക്കിക്കേ, 23 ഗ്രാം സോഡിയം, അല്ലേ? ഇപ്പോൾ ഗിവൺ മാസ് എന്ന് പറയുന്നത് 23 ആണ് ആൻഡ് 46 വരും, ഇൻറ്റു Na വിച്ച് ഈസ് ഈക്വൽ ടു 0.534 Na. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ അത് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ആർക്കായിരിക്കും? നമ്മുടെ 8 ഗ്രാം H2-നായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളത്, ശരിയല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്ത് പറ്റിയല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. An organic compound on analysis gave carbon 40%, hydrogen 6.66% and oxygen 53.34%. Find the molecular formula if molecular mass is 90. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? നമ്മുടെ താഴെ അതിൻ്റെ കുറച്ച് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് മോളിക്കുലാർ ഫോർമുല കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. നോക്കിക്കേ, മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. കണ്ടോ? മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ടേബിൾ വരച്ച് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ സൈഡിൽ എഴുതി വെക്കുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എഴുതുക. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ അതിൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നേക്കുന്ന കാര്യമാണ്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കിക്കേ. കാർബണിൻ്റെ കേസിൽ 40 ആണ് തന്നേക്കുന്നത്, ഹൈഡ്രജൻ്റെ കേസിൽ എത്രയാണ്? 6.66 ആണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് ഓക്സിജൻ്റെ കേസിൽ എത്രയാണ്? 53.34% ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 53 എന്ന് നമുക്ക് കൊടുക്കാം, അല്ലേ? 53.34. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അറ്റോമിക് മാസ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. അടുത്തത് ഹൈഡ്രജൻ്റെ കേസിൽ 1, ഓക്സിജൻ്റെ കേസിൽ 16, ശരിയല്ലേ? ഇനി അടുത്തത് ഇതിൻ്റെ റിലേറ്റീവ് റേഷ്യോ, ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള റിലേറ്റീവ് റേഷ്യോ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം അപ്രോക്സിമേറ്റ്ലി ഒരു 3 ആണ് വരുന്നത്. അപ്പം നമുക്ക് 3 എന്ന് കൊടുക്കാം. ഇവിടുത്തെ കേസിൽ എത്ര വരും? 6 വന്നു. ഇവിടുത്തെ കേസിലും എത്രയാണ്? ഒരു 3 ആണ്. അപ്രോക്സിമേറ്റ്ലി 3 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? സിമ്പിൾ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നോക്കിക്കേ, 3, 6, 3, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെയെല്ലാം ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എത്ര കിട്ടും? ഇതിനെ സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റുമ്പം 1, 2, 1 എന്നായിരിക്കും കിട്ടുന്നത്, അല്ലേ? അപ്പം 1:2, 2:1 എന്നുള്ള റേഷ്യോ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കേ, കാർബണിൻ്റെ അവിടെ 1 ആണ് വന്നേക്കുന്നത്, അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു കാർബൺ എഴുതി. ഹൈഡ്രജൻ്റെ കേസിൽ എത്രയാണ് വന്നേക്കുന്നത്? 2 ആണ്, അതുകൊണ്ട് CH2 എന്ന് എഴുതി. അടുത്തത് ഓക്സിജൻ്റെ കേസിൽ എത്രയാണ് വന്നേക്കുന്നത്? 1 ആണ്. സോ എന്ത് ചെയ്തു? ഒരു ഓക്സിജൻ, അല്ലേ? ഓക്സിജൻ ഇട്ട് കൊടുത്തു. ഇനി ഇതാണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ ഫോർമുല കിട്ടി, അല്ലേ? എംപിരിക്കൽ ഫോർമുല കിട്ടി. ഇനി ഇതിൻ്റെ മാസും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. കാർബണിൻ്റെ കേസിൽ 12 പ്ലസ് 2 ഹൈഡ്രജൻ
2 × 1 പ്ലസ് അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ എന്ന് പറയുമ്പം 16 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. അപ്പോൾ 30 ആണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. ഇനി ആരെ കിട്ടണം? അപ്പോൾ എംപിരിക്കൽ ഫോർമുല കിട്ടി, എന്നിനെ കിട്ടണമല്ലോ അല്ലേ? എന്നും കൂടി കിട്ടിയാലേ നമുക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനെ നമുക്ക് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? മോളിക്കുലാർ ഫോർമുല ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല എന്ന് നമ്മൾ എഴുതുക. അപ്പോൾ മോളിക്കുലാർ ഫോർമുല ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് മോളിക്കുലാർ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 90 ആണ് കൊടുത്തിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ആ മോളിക്കുലാർ മാസ് മതി നമുക്ക് അല്ലേ? അതുപോലെ തന്നെ എംപിരിക്കൽ ഫോർമുലയ്ക്കകത്തെ മാസും അല്ലേ? അപ്പം മോളിക്കുലാർ മാസും എംപിരിക്കൽ മാസും മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 90 ഡിവൈഡഡ് ബൈ 30 ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടും? 3 എന്ന് ആൻസർ കിട്ടും. അപ്പം എന്നിൻ്റെ വാല്യൂ കിട്ടിയോ? കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മോളിക്കുലാർ ഫോർമുല കാണാനായിട്ട് n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ചെയ്താൽ മതി അല്ലേ? അപ്പം നമുക്ക് എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് കിട്ടി. 3 ഇൻറ്റു നമ്മുടെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എത്രയാണ്? CH2O ആണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ജസ്റ്റ് ഈ പറയുന്ന 3യുമായിട്ട്, ഈ ഒരു CH2Oയെ 3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കാർബൺ എത്ര വരും? 3 വരും. ഹൈഡ്രജൻ എത്ര വരും? 6 വരും. ഓക്സിജൻ എത്ര വരും? 3 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? C3H6O3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കണ്ടോ? അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കുക. എളുപ്പമാണ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ജസ്റ്റ് അതും കൂടി ഒന്ന് നോക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ? അപ്പോൾ നമുക്ക് തന്നേക്കുന്നതിൻ്റെ അകത്ത് സെയിം നമ്പർ ഓഫ് മോളിക്യൂളുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാണ്? 16 gram ഓഫ് O2 ആൻഡ് 28 gram ഓഫ് N2. 28 gram N2 കൂടിയുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കേ എങ്ങനെയാണ് ചെയ്യുന്നത്? 16 gram ഓഫ് O2 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പം 16/32 കൊടുത്തു. എത്ര വരും? ഹാഫ് വരും, ശരിയല്ലേ? അടുത്തത് 28 ഗിവൺ മാസ്, അതുപോലെ തന്നെ N2ൻ്റെ കേസിൽ എത്രയാണ് വരുന്നത്? 28 ആണ് വരുന്നത്. അവിടെ ആൻസർ 1 ആണ് വരുന്നത്. അപ്പം ഇവിടെ 1/2ഉം ഇവിടെ 1ഉം ആണ് വരുന്നത്. അപ്പോൾ ഇതല്ല ആൻസർ അല്ലേ? അപ്പോൾ അടുത്തത് നോക്കിക്കേ. 28 gram ഓഫ് N2 ആൻഡ് 22 gram ഓഫ് CO2 ആണല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? N2ൻ്റെ കേസിൽ 28 ആണ് കൊടുത്തേക്കുന്നത്. 28 ഡിവൈഡഡ് ബൈ N2 എന്ന് പറയുമ്പം എത്ര തന്നെയാണ് വരുന്നത്? 28 തന്നെയാണ് വരുന്നത്. അവിടെ 1 ആണ് കിട്ടുന്നത്, ശരിയല്ലേ? അടുത്തത് CO2ൻ്റെ കേസിൽ നോക്കിക്കേ. ഗിവൺ മാസ് എന്ന് പറയുന്നത് 22 ആണ്. അതുപോലെ തന്നെ CO2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം 44 ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. അപ്പം ഇതുമല്ല. അടുത്തത് നമുക്ക് ചെയ്ത് നോക്കിയാലോ. 32 gram ഓഫ് O2 ആൻഡ് 56 gram N2. ഇനി തന്നേക്കുന്ന ഏതൊക്കെയാണ്? 32 ഡിവൈഡഡ് ബൈ O2ൻ്റെ കേസിൽ എത്രയാണ് വരുന്നത്? O2 32 തന്നെയാണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1. ആൻഡ് 56 ബൈ N2ൻ്റെ കേസിൽ എത്ര വരും? 56/28, വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും, ശരിയല്ലേ? അടുത്തത് അപ്പോൾ 1ഉം 2ഉം ആണ്, അതുമല്ല ആൻസർ. അടുത്തത് നോക്കിക്കേ. 44 gram CO2 ആൻഡ് 14 gram N2. 14 gram N2. അപ്പോൾ എങ്ങനെ എഴുതാം? 44/CO2ൻ്റെ കേസിൽ എത്ര വരും? 44 തന്നെയാണ് വരുന്നത്, ശരിയല്ലേ? അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. അടുത്തത് പിന്നെ ആരാണ്? 14 gram ഓഫ് N2 ആണ് കൊടുത്തേക്കുന്നത്. N2ൻ്റെ കേസിൽ 28 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2. 1ഉം 2ഉം ആണ് കിട്ടുന്നത്. അപ്പം അതുമല്ല ആൻസർ.
അടുത്തത് നോക്കിക്കേ, 32 gram O2 ആൻഡ് 44 gram CO2. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 32/32 which is equal to 1 and 44/CO2 എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ് വരുന്നത്? 44 തന്നെയാണ് വരുന്നത്. അവിടെ നമുക്ക് 1 തന്നെയാണ് വരുന്നത്. അപ്പം സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത് ആർക്കാണ്? നമ്മുടെ ഓപ്ഷൻ ഇയിലാണ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് വരുന്നത്. ക്ലിയർ ആണോ? എളുപ്പമല്ലേ ചെയ്യാൻ? ജസ്റ്റ് അവരുടെ ആ ഒരു മോളിക്കുലാർ ഫോർമുല വെച്ച് നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ശരിയല്ലേ? അടുത്തതാണ് ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. എന്താണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്? നമ്മളൊരു റിയാക്ഷൻ നടത്തുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവിടെയുള്ള റിയാക്റ്റൻറ്റിൽ ഏറ്റവും കുറവ് എമൗണ്ടിലുള്ള ആൾ ആരാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പം ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത് തീർക്കുന്ന ആ ഒരു റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പം ഏറ്റവും ചെറിയ അളവിലുള്ള എന്നാൽ പെട്ടെന്ന് തീർന്നു പോകുന്നതുമായിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ റിയേജൻ്റ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കിക്കേ, ദ റിയേജൻ്റ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ് ഫസ്റ്റ് limits the amount of product formed called limiting reagent. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചെറിയ അളവിലായിരിക്കും കാണുന്നത്, പെട്ടെന്ന് തീർന്നു പോകുന്ന ആളാണ്. അതായിരിക്കും എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നയാൾ. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് കീമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് CO2 ഫോംഡ് ബൈ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 80 gram ഓഫ് CH4 ആസ് പെർ ദ റിയാക്ഷൻ. നമ്മുടെ തൊട്ട് താഴെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. CH4 + 2O2 gives CO2 + 2H2O. അപ്പം നമുക്ക് കണ്ടുപിടിക്കുന്ന എന്താണ്? ആ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന CO2വിൻ്റെ എമൗണ്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പം ഞാൻ ഏറ്റവും ആദ്യം ഈ പറയുന്ന റിയാക്ഷനെ ഒന്ന് താഴോട്ട് എഴുതുവാണ്. CH4 + 2O2 gives CO2 + 2H2O. കണ്ടോ? ഇനി നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് CH4ൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? കാർബണിൻ്റെ 12 + 1 × 4 ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ എത്ര കിട്ടും? 16 gram എന്ന് കിട്ടും. ഇനി 2O2ൻ്റെ കേസിൽ എത്ര കിട്ടും? 64 gram ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ CO2ൻ്റെ കേസിൽ ഇവിടെ എത്രയാണ്? 44 gram ആണ്. 2H2യുടെ കേസിൽ 36 gram ആണെന്ന്. ഇത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കോമൺ ഐഡിയ ആണ്. മോളിക്കുലാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? 80 gram ഓഫ് മീഥെയിൻ അല്ലേ? അപ്പോൾ ഇവിടെ 16 gram, ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ തൊട്ട് താഴെ ഞാൻ എന്ത് ചെയ്യുവാണ്? 80 gram CH4 എടുക്കുവാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയായിരിക്കും CO2 ഫോം ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ആ ഒരു വാല്യൂ അറിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് എക്സ് എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവരെ തമ്മിൽ ഞാനൊന്ന് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണേ. അതായത് 16 gram ഡിവൈഡഡ് ബൈ 80 gram വിച്ച് ഈസ് ഈക്വൽ ടു 44 gram ഡിവൈഡഡ് ബൈ എക്സ്. കണ്ടോ? ഇനി ഇതിൻ്റെ അകത്തു നമുക്ക് എന്ത് എഴുതാം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 44 × 80 ഡിവൈഡഡ് ബൈ 16 ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 220 gram എന്ന് കിട്ടും. ക്ലിയർ ആണോ? 220. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? എളുപ്പമല്ലേ ചെയ്യാൻ? എളുപ്പമല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ദ മാക്സിമം എമൗണ്ട് ഓഫ് BaSO4 ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ മിക്സിംഗ് 0.3 mol BaCl2 വിത്ത് 1 mol H2SO4. അതായത് BaSO4 അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ എന്തേരെ മാക്സിമം എമൗണ്ട് ഓഫ് BaSO4 ഫോം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? BaCl2ഉം അതുപോലെ തന്നെ H2SO4ഉം. ശരിയല്ലേ? അപ്പോൾ BaCl2 + H2SO4
H2SO4 gives BaSO4. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് BaCl2 എന്ന് പറയുന്നത് എത്രയാണ് 0.3 മോൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി H2SO4 എത്രയുണ്ട് 1 മോൾ ഉണ്ട്. ഇവിടെ ഫോം ചെയ്യുന്ന BaSO4 എത്ര എമൗണ്ടിലുണ്ട്, എത്ര മോൾ ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പം ഇതിൻ്റെ അകത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണെന്ന് നോക്കുക. നോക്കിക്കേ, 1 മോള് H2SO4 ഉണ്ട്, അതുപോലെ തന്നെ എത്രയുണ്ട് 0.3 മോള് BaCl2 ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ ഈ പറയുന്ന BaCl2 ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിമിറ്റിംഗ് റിയേജൻ്റ് എത്രയാണോ അത്രയും തന്നെയായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം 0.3 മോൾ BaSO4 0.3 മോൾ H2SO4 റിയാക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫോം ചെയ്യുന്നത് എത്ര തന്നെയായിരിക്കും? 0.3 മോൾ BaSO4 തന്നെയായിരിക്കും നമുക്കവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ബേസിക് കൺസെപ്റ്റിൻ്റെ അകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ മാർക്ക് നിങ്ങൾ കളയരുത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ അകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്തായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഓർക്കുന്നുണ്ടോ? ഒരു ബീം ഓഫ് ലൈറ്റ് അല്ലേ, ഒരു ലൈറ്റ് വന്ന് ഒരു പെർട്ടിക്കുലർ ഒരു സെർട്ടൈൻ മെറ്റൽസ്, മെയിനായിട്ട് നമ്മൾ പറയുന്നത് ആരൊക്കെയാണ്? പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇതുപോലെയുള്ള മെറ്റൽസിലേക്ക് നമ്മുടെ ഒരു ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് അവിടുന്ന് എന്ത് സംഭവിക്കുന്നു? അവിടുന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അപ്പം നമ്മുടെ പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള നമ്മുടെ മെറ്റൽസ് അതിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസിൻ്റെ എമിഷൻ നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3 പോയിന്റ്സ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. നോക്കിക്കേ, ദ ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് ആസ് സൂൺ ആസ് ദ ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് ദ സർഫസ്. അതായത് ഒരു സർഫസിലേക്ക് വന്ന് ലൈറ്റ് പതിക്കുന്ന ആ ഒരു സമയം തന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇലക്ട്രോൺസിനെ അവിടുന്ന് എമിറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോൾ വന്ന് നമ്മുടെ ലൈറ്റ് പതിക്കുന്നോ അപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇലക്ട്രോൺസ് അവിടെ നിന്ന് എമിറ്റ് ചെയ്തു പോകുന്നു. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. പിന്നെ അതുപോലെയുള്ള അടുത്തൊരു പോയിന്റ് ആണ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. അതായത് നമ്മൾ അവിടെ കൊടുക്കുന്ന ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുമായിട്ട് എങ്ങനെയായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ അവിടുന്ന് എമിറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ആ ഒരു കാര്യവും കൂടി ഓർത്തു വെക്കുക. അടുത്തൊരു പോയിന്റ് ആണ് അവിടെ ഒരു മിനിമം ഫ്രീക്വൻസി എന്ന് പറയാം, ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ് പറയുന്നത്. അപ്പം ഒരു മെറ്റലിന് എന്ത് വേണം? ഒരു മിനിമം ത്രെഷോൾഡ് ഫ്രീക്വൻസി വേണം. എന്നാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കത്തുള്ളൂ. അപ്പം ഓരോ മെറ്റലിനും എന്താണ്? ഒരു പെർട്ടിക്കുലർ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലേ. ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവിടെ ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ കാണിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റൽ സർഫസ്, മെയിനായിട്ട് നമ്മൾ പറയുന്നത് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലെയുള്ള മെറ്റൽസിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ബീം ഓഫ് ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 പോയിന്റ്സും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെക്കണം.
അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എബൌട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് അല്ലേ. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇപ്പോൾ പഠിച്ചു തീർന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇൻ എ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് യൂസ്ഡ്. ശരിയാണോ? ഒന്നാമത്തെ കാര്യം ശരിയാണോ? അല്ലല്ലോ, ശരിയല്ല. കാരണം എന്താ, അവിടെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ് പ്രപ്പോർഷണൽ? നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ, അവിടെയുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുമായിട്ടാണ് എന്ത് പ്രപ്പോർഷണൽ ആയിട്ട് വരുന്നത്. അല്ലാതെ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയുമായിട്ടല്ല നമ്മുടെ ആ പറയുന്ന ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷൻ പ്രപ്പോർഷണാലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എങ്ങനെയാണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ വരേണ്ടത് എങ്ങനെയായിരുന്നു? അവിടെ ഏതായിരുന്നു വരേണ്ടത്? ഇൻറ്റൻസിറ്റി അല്ലേ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആയിരുന്നു അവിടെ വേണ്ടത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, വർക്ക് ഫംഗ്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽസ്. അപ്പോൾ നമ്മുടെ ഓരോ മെറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ വർക്ക് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? വ്യത്യാസമായിരിക്കും അല്ലേ. എന്തായിരുന്നു വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ആ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പം ഓരോ മെറ്റലിൻ്റെ കേസിലും അവിടുന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള എനർജി എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ശരിയല്ലേ? അപ്പം ഓർക്കുക, വർക്ക് ഫംഗ്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽസ്. ഓരോ മെറ്റൽസിൻ്റെ കേസിലും എങ്ങനെയായിരിക്കും? നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തൊരെണ്ണം നോക്കിക്കേ, മൂന്നാമത്തേത്, ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ശരിയാണോ? അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി നമ്മുടെ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആരോട് പ്രപ്പോർഷണൽ ആണ്? അവിടുത്തെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയോട് പ്രപ്പോർഷണൽ ആണ്. അതും കറക്റ്റ് അല്ലേ? ഇനി നാലാമത്തേതാണ്, ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു കോസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫ്രം എ പെർട്ടിക്കുലർ മെറ്റൽ. നമ്മൾ ഓൾറെഡി പഠിച്ചു, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മാക്സിമം ആണോ? അല്ല, മിനിമം എമൗണ്ട് അല്ലേ, മിനിമം ഫ്രീക്വൻസിയാണ്. മിനിമം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കാനായിട്ടുള്ള ആ ഒരു മിനിമം ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ആൻസർ ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു വെക്കുക. പിന്നെ വരുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം, മാറ്ററിൻ്റെ കേസിൽ 2 നേച്ചറാണ് ഉള്ളത്. ഏതൊക്കെയാണ്? വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ഡി ബ്രോഗ്ലിയുടെ വേവ് ലെങ്ത് ഇക്വേഷൻ. അത് നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്? ലാംഡ ഈസ് പ്രപ്പോർഷണൽ ടു 1/p അല്ലേ. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആരോട് പ്രപ്പോർഷണൽ ആയിരിക്കും? നമ്മുടെ മൊമെൻറ്റത്തോട് പ്രപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രപ്പോർഷണാലിറ്റി ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അത് h വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? P എന്ന് പറയുന്നത് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഡി ബ്രോഗ്ലിയുടെ വേവ് ലെങ്ത് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുമ്പോഴേ ഓർത്തോണം, മാറ്ററിന് 2 നേച്ചറുണ്ട്. ഏതൊക്കെയാണ്? വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഹെയ്സൻസ്ബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പം അതിൻ്റെ അകത്ത് മെയിനായിട്ടും പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഇലക്ട്രോണിൻ്റെ എക്സാക്റ്റ് മൊമെൻറ്റവും പൊസിഷനും ഒരേ സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമുട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റവും അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷനും നമുക്ക് ഒരുമിച്ച് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ പറയാൻ പറ്റുമോ? ഇല്ല.
സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഹെയ്സൻസ്ബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? അവിടെ ആ ഒരു നമ്മുടെ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനും മൊമെൻറ്റവും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4/m എന്നുള്ള കാര്യവും കൂടി ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബോർ മോഡൽ, അല്ലേ? ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, അല്ലേ? അപ്പോൾ നോക്കിക്കേ, അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഒരു 3 പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഫോർ ആൻ ഇലക്ട്രോൺ ആർ നമ്പേർഡ്. അപ്പം നമ്മുടെ ആ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിനെ, ഇലക്ട്രോൺസിൻ്റെ അകത്തുള്ള സ്റ്റേഷനറി സ്റ്റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് നമ്പർ ചെയ്യുന്നത്? എന്നിന് ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നത്? 1, 2, 3 എക്സെട്ര ആയിരിക്കും വരുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ്, നമ്മുടെ സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ റേഡിയസിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും? Rn is equal to n square a0. Rn is equal to n square a0 ആണെന്നുള്ള കാര്യം. റേഡിയസിൻ്റെ ആ ഒരു ഇക്വേഷനും നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത ഒരെണ്ണമാണ് എനർജി. ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ആൻ ഓർബിറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. എപ്പോഴും എങ്ങനെയായിരിക്കും? നമ്മുടെ ആ ഒരു എനർജി, ഒരു ഓർബിറ്റിലുള്ള ആ ഒരു റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. -13.6 z² ബൈ n സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അപ്പം എനർജിയുടെയും ഈ പറയുന്ന റേഡിയയുടെയും ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഈസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എനർജിയുടെ ഇക്വേഷനൊക്കെ നമ്മൾ കണ്ടല്ലേ. എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? E ഈസ് ഈക്വൽ ടു -13.6 ബൈ n സ്ക്വയർ, 6z² ഇൻറ്റു EV, അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. -13.6 ഇൻറ്റു z² എന്ന് പറയുമ്പം എത്ര വരും? 1 ആണ് വരുന്നത്. 1² ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഓർബിറ്റിൻ്റെയാണ്? സെക്കൻഡ് ഓർബിറ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? 2² എന്ന് കൊടുക്കാം ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട്. ആൻസർ എത്രയായിരിക്കും വരുന്നത്? -3.4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? എളുപ്പമല്ലേ ചെയ്യാൻ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, അല്ലേ? ഒരുപാട് ചിന്തിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ ഇക്വേഷൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും, അല്ലേ? എളുപ്പമല്ലേ ചെയ്യാൻ? ഇനി അടുത്ത ഒരു സെറ്റാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലേക്ക് നമ്മൾ വരിക, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. നമുക്കത് ഓർത്തിരിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചാൽ മതി. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് ഓർക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷെല്ലിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ക്ലിയർ ആണോ? അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോഴേ ഓർത്തോണം അവിടെ ഷെല്ലാണ് പറയുന്നത്. അടുത്തതാണ് അസിമുത്വൽ ക്വാണ്ടം നമ്പർ. അസിമുത്വൽ ക്വാണ്ടം നമ്പറിൻ്റെ അകത്ത് സബ് ഷെല്ലിനെയും അതിൻ്റെ ഷേപ്പിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പം സബ് ഷെല്ലും ഷേപ്പിനെ കുറിച്ച് പറയുന്നത് ആരാണ്? നമ്മുടെ അസിമുത്വൽ ക്വാണ്ടം നമ്പർ ആണ്. അടുത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു സബ് ഷെല്ലിൻ്റെ ഓറിയൻറ്റേഷനെ ആയിരിക്കും കൂടുതലായിട്ടും പറയുന്നത്. അടുത്തതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ അകത്ത് ആ ഒരു സ്പിന്നിൻ്റെ ഡയറക്ഷനെ ആയിരിക്കും മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഷെല്ലിനെ ആയിരിക്കും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്തിനായിരിക്കും? സബ് ഷെല്ല് ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓറിയൻറ്റേഷനെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ഷനെ ആയിരിക്കും കാണിക്കുന്നതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ് ആണ്, എളുപ്പമാണ്. ഏറ്റവും ആദ്യം കൊടുത്തേക്കുന്ന ആരാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ? സബ് ഷെല്ലും ഷേപ്പിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്, അല്ലേ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പം അവിടെ ഏതൊക്കെയാണ്?
ഡിറ്റർമൈൻ ദ സബ്ഷെൽ ആൻഡ് ഇറ്റ്സ് ഷേപ്പ്. ഡിറ്റർമൈൻ സബ്ഷെൽ ആൻഡ് ഷേപ്പ്. ഇനി അടുത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു മെയിൻ ഷെല്ലിനെ കുറിച്ചും അതിൻ്റെ എനർജിയെ പറ്റിയിട്ടുമാണ് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ് കാണിക്കുന്നത്? ഡിറ്റർമൈൻസ് ദ മെയിൻ ഷെൽ ആൻഡ് എനർജി. അടുത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തിനെയായിരിക്കും കാണിക്കുന്നത്? ഓറിയൻറ്റേഷൻ അല്ലേ? സബ്ഷെല്ലിൻ്റെ ഓറിയൻറ്റേഷനെ ആയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് കാണിക്കുന്നത്? സ്പിന്നിൻ്റെ ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്ത് കളയരുത്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഒന്ന് നോക്കുവാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പം എപ്പോഴും ഓർക്കുക, എന്നിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം. n ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര ആയിരിക്കണം അവിടെ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്തെ മാക്സിമം ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2n² ആണ് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 2 3 എക്സെട്ര ആയിരിക്കും വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെൽസ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് പറയാം അത് കെ ഷെല്ലായിരിക്കും. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എൽ ഷെല്ലായിരിക്കും. n 3 ആണെങ്കിൽ എന്തായിരിക്കും? എം. 4 ആണെങ്കിൽ എൻ ആയിരിക്കും. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ ഇത്രയും ഓർത്തിരിക്കുക. എന്നിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ഓർക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെൽ ഏതാണെന്ന് ഓർത്തിരിക്കുക. മാക്സിമം ഇലക്ട്രോൺസിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2n² ആണ് എന്നുള്ള കാര്യവും കൂടി ഓർത്ത് വെക്കുക. അടുത്തതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എല്ലാണ് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇനി അവിടെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ, എല്ലിൻ്റെ വാല്യൂ ഏതൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കേ. 0 1 2 3 എക്സെട്ര ടു n-1 ആയിരിക്കും. എപ്പോഴും നമ്മുടെ ഏതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-1 വാല്യൂസ് ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താണ്? സബ്ഷെൽസിനെയാണ് കാണിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നോക്കിക്കേ, നമ്മുടെ എല്ലിൻ്റെ വാല്യൂ 0 ആണെന്ന് വെക്കുക. അപ്പോൾ ഏതായിരിക്കും സബ്ഷെല്ല് വരുന്നത്? എസ് ആയിരിക്കും സബ്ഷെല്ല് വരുന്നത്. 1 ആണെങ്കിൽ പി വരും, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. അങ്ങനെയായിരിക്കും സബ്ഷെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വരുന്നത്. അപ്പം അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് എല്ലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതിൻ്റെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്നും ഓർത്തു വെക്കുക. അടുത്തതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ അകത്ത് മെയിനായിട്ടും പറയുന്നത് അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? +½ തൊട്ട് -½ വരെ ആയിരിക്കും അതിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ വരുന്നത്. ഓക്കെ, അപ്പം +½ തൊട്ട് -½ വരെ ആയിരിക്കും അതിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ വരുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എസ് ആയിരിക്കും. ഇനി അടുത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എം ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം വെച്ചിട്ടാണ്. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -L തൊട്ട് +L വരെ ആയിരിക്കും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ പി എടുക്കുവാണ്. അപ്പം എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L = 1 ആണെങ്കിൽ നമുക്കവിടെ പോസിബിൾ ആയിട്ടുള്ള എമ്മിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? -L to +L അല്ലേ? അപ്പം -1 വരും, 0 വരും, പിന്നെ അതുപോലെ എന്താണ് 1 കൂടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറയുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, ദ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ ഈസ് ഗിവൺ ബിലോ. ദ അസിമുത്തൽ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. അപ്പോൾ അവിടെ മെയിനായിട്ടും ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? സ്പെറിക്കൽ ഷേപ്പാണ്. സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അത് ഏത് ഓർബിറ്റലാണ്? എസ് ഓർബിറ്റലാണ് അല്ലേ? സ്പെറിക്കൽ ഷേപ്പാണ്. സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അത് ഏത് ഓർബിറ്റലാണ്? എസ് ഓർബിറ്റലാണ്. സ്പെറിക്കൽ ഷേപ്പ് എസ് ഓർബിറ്റലാണ് വരുന്നത്. ശരിയല്ലേ? അപ്പം നോക്കിക്കേ, എസ് ഓർബിറ്റൽ എസ് സബ്ഷെല്ലാണ് വരുന്നത്. എസ് സബ്ഷെല്ലിൽ വരുന്നത് ഏതൊക്കെയായിരിക്കും? ഏറ്റവും ആദ്യത്തെ കേസ് ഒന്ന് നോക്കിക്കേ. L = 0യും M = 0യും ആണ് കൊടുത്തേക്കുന്നത്. ശരിയല്ലേ? M = 0 നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഇത് കണ്ടോ? എസിൻ്റെ വാല്യൂ
ഏതൊക്കെയാണ് വരുന്നത്? എസ് സബ്ഷെല്ല് വന്നാൽ എൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും വരുന്നത്. ബാക്കി ഏതെങ്കിലും ഓപ്ഷൻസ് വരുമോ? ഇല്ല. കാരണം എല്ലിൻ്റെ വാല്യൂ 0 വരുമ്പോഴാണ് നമുക്ക് ഏത് സബ്ഷെല്ല് കിട്ടുന്നത്? എസ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഇത് തന്നെയാണ്. ഓപ്ഷൻ എ തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ നോട്ട് അലൗഡ്? അപ്പം ഈ തന്നേക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് അലൗ ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സ് ആണോ ഉള്ളത്? ഏറ്റവും ആദ്യത്തേതൊന്ന് നോക്കിക്കേ. n=3 വന്നിട്ടുണ്ട്. n=3 വരാം. ശരിയല്ലേ? l=3 വരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അതുപോലെ തന്നെ അസിമുതൽ ക്വാണ്ടം നമ്പറും ഇവിടെ ഈക്വൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ശരിയല്ലേ? n=3യും l=3 കൊടുത്തേക്കുന്നത്. പക്ഷെ അങ്ങനെ വരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? എന്നിൻ്റെ വാല്യൂ n-1 ആയിരിക്കണം എപ്പോഴും നമ്മുടെ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് അവിടെ വരാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ഏതായിരുന്നു? l=2 വരണം, അല്ലേ? l=2 വരുവാണെങ്കിൽ നമുക്ക് അത് കറക്റ്റാന്ന് പറയാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എങ്ങനെയാണ്? ഇൻകറക്റ്റ് ആണ്, അല്ലേ? ഇൻകറക്റ്റ് ആണ്, അലൗ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് നോക്കിക്കേ. n=2 വന്നിട്ടുണ്ട്, l=1, n-1 ആണ്. അപ്പം നമുക്കവിടെ ഓക്കെ ആണെന്ന് പറയാം. പിന്നെ എമ്മിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് വന്നേക്കുന്നത്? 0 ആണ്. നമുക്കറിയാം എമ്മിൻ്റെ വാല്യൂ -2 + l വരെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ 0 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് അലൗഡ് ആണ്. ഇനി അടുത്തത് n=1, l=0, m=0. അതും അലൗഡ് അല്ലേ? കാരണം എന്നിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ് കൊടുത്തേക്കുന്നത്. l എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് കൊടുത്തേക്കുന്നത്, അല്ലേ? അപ്പോൾ അതും എങ്ങനെയാണ്? അലൗഡ് ആണ്. അടുത്തത് നാലാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. നാലാമത്തെ ഓപ്ഷൻ്റെ അകത്ത് സെയിം ആണ്, അല്ലെ? n=0 വരാൻ പറ്റുമോ? ഇല്ല. എന്നിൻ്റെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കണം? 1, 2, 3 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം വരുന്നത്, അല്ലേ? അപ്പോൾ അതും എങ്ങനെയാണ്? നോട്ട് അലൗഡ്. അപ്പം ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? 1, 2ഉം 3ഉം ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എളുപ്പമുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് മാർക്ക് എന്താണേലും ഷുവറാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം എല്ലാവരും നല്ലപോലെ പഠിച്ച് നമ്മുടെ കീം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഓൾ ദ ബെസ്റ്റ്.